തന്നെയാണ് പറയണത്. പക്ഷേ എന്താണ് ആ നീതി എന്നുള്ളതിനേക്ക് നമ്മൾ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിൽ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഈ നിങ്ങളെ വിളിച്ചവൻ നിന്നെ വിശുദ്ധീകരിക്കും, വിശുദ്ധീകരിച്ചവനെ നീതീകരിക്കും, നീതീകരിച്ചവനെ മഹത്വീകരിച്ച് തൻ്റെ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപരാക്കും. പുത്രന്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യേശു ക്രിസ്തു മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റും. എന്നിട്ട് പറയാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ആർക്ക് നിങ്ങളെ ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റും? കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇനി 9-ഉം 10-ഉം അധ്യായങ്ങളിൽ ഈ നീതി വന്നിട്ടും ഇതിനെ തിരസ്കരിക്കുന്ന പരിസയ മനോഭാവത്തിന്റെ അവസ്ഥയാണ്. അപ്പോൾ പറയാണ്, അവർക്ക് തീഷ്ണതയുണ്ട്. 10-ാം അധ്യായം, തീഷ്ണതയുണ്ടെങ്കിലും ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്താണ് അവർക്ക് ശരിയായ അറിവില്ലാത്തത്? അവർ ദൈവനീതിയെക്കുറിച്ച് അജ്ഞരാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ദൈവനീതിയെക്കുറിച്ച് നമ്മളും അജ്ഞരാണോ അല്ലയോ? ഞാൻ പറയാണ്, ഇപ്പോഴും നമ്മൾ അജ്ഞരാണ്. അപ്പൊ ഇവിടെ ഈ അജ്ഞത അകറ്റണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം കിട്ടണം. ഏത് ജ്ഞാനം കിട്ടണം? യേശുക്രിസ്തു എന്ന ജ്ഞാനം നമുക്ക് കിട്ടണം. യേശുക്രിസ്തുവിലുള്ള ജ്ഞാനം വെളിപാടിലൂടെയും യേശുവിനെ കുറിച്ചുള്ള അറിവിലെയും നമ്മുടെ ഉള്ളിൽ ദൈവനീതിയെക്കുറിച്ചുള്ള ജ്ഞാനം നൽകും. കണ്ട, റോമർ മുഴുവനും പറഞ്ഞോ ഇപ്പോൾ? പ്രൈസ് ദി ലോർഡ്. ഈ ഗലാത്യക്കാർക്ക് പൗലോസ് ലീഗ സ്ഥാപിച്ച സഭയാണ് ഇതുപോലെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ച അവരെ. പക്ഷേ പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ കുറേ യഹൂദ ക്രിസ്ത്യാനികൾ വന്നിട്ട് പറഞ്ഞു, പൗലോസ് ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ സുന്നത്ത് ചെയ്തില്ലെങ്കിൽ, പരിച്ഛേദനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നീതീകരിക്കപ്പെടില്ല, നിങ്ങൾ 10 പ്രമാണങ്ങൾ കൃത്യം. അപ്പോഴാണ് പൗലോസ് വീണ്ടും എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് നൽകിയ സുവിശേഷത്തിനെതിരായിട്ട് ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും ശപിക്കപ്പെട്ടവൻ. കാരണം അതിനെതിരായിട്ട് വേറെ ഒരു സുവിശേഷമില്ല. നിങ്ങൾ എന്താ ചെയ്തതിപ്പോ? നിങ്ങൾ ആ സുവിശേഷത്തിൽ പുറകോട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. എങ്ങനെയാണെങ്കിൽ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു? നിങ്ങൾ വീണ്ടും പരിച്ഛേദനത്തിനും പ്രമാണത്തിനും പോവുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കൃപയിൽ നിന്നും വിട്ടു. നിങ്ങൾ ക്രിസ്തുവിന്റെ കൃപയിലേക്ക് നീങ്ങുക. അതാണ് ഗലാത്യ 4:5 വായിച്ചു, അല്ലെങ്കിൽ 5:4. ഗലാത്യ 4:5 എന്താ പറയണേ? അതെത്രയാ? നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾ അതെത്ര വചനം? 5:4 കേട്ടോ, 5:4. അടുത്ത വചനം ഒന്ന് വായിച്ചേ. 5:5 എന്താ പറയണേ? ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന് പ്രത്യാശ. അതാണ് ആത്മാവിലെ ജീവിതം എന്ന് പറയുന്നത്. ഞങ്ങളാകട്ടെ, ഒന്നുകൂടി എല്ലാവരും പറയും, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശ. അല്ലേ? പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അപ്പൊ അതിനൊരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കിട്ടുമെന്ന് പ്രത്യാശിക്കുന്നു. അതാണ് ഏതുപോലെയുള്ള പ്രത്യാശ? പുനരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. മനസ്സിലായ? പുനരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ ഇരിക്കുന്നത് രാത്രിയിലാണ്. പക്ഷെ അയാൾക്ക് രാത്രി മാറ്റാൻ പറ്റുമോ? പക്ഷെ അയാൾക്ക് ഭയങ്കര പ്രത്യാശയാ, ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ പുലരിയാകും. അതൊന്നും ആ ഒരു സെൻസേഷൻ ഒന്നും എടുത്ത് നമ്മൾ രാത്രി ഇരിക്കുകയാണ്, നമ്മൾ എന്നിട്ട് വാച്ച് നോക്കുകയാണ്, 3 മണിയായി, ഓ ഇനിയൊരു 3 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പുലരിയാകും. വല്ല സംശയമുണ്ടോ? അതുപോലെ ഒരു പ്രത്യാശ ഈ രക്ഷയെക്കുറിച്ച് നമുക്ക് വേണം. എന്തുകൊണ്ട്? യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി നീതീകരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് മുഴുവനും എനിക്കിപ്പോൾ അനുഭവമായിട്ടില്ല.
പക്ഷെ അനുഭവം ആകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പ്രത്യാശയിലൂടെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസം മാത്രമല്ല പ്രത്യാശ. അപ്പോൾ ഇതുണ്ടോ? അപ്പം നിങ്ങൾ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൃപയെ നിങ്ങൾ വിടുകയാണ്. പതുക്കെ പറഞ്ഞാൽ മതി, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പല സ്ഥലങ്ങളിലും പ്രമാണങ്ങളെ നൂലാമാലകൾ ഇങ്ങനെ ഇന്ന പ്രമാണം ഇന്നത് ചെയ്യുകയാണ്, ഇന്ന പ്രമാണത്തിന് ഇന്നത് ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്ന പ്രമാണത്തിൻ്റെ ഉപവകുപ്പ് വഴി നിങ്ങൾ വലിയ പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തുമ്പോൾ നമ്മൾ ആരെ വിട്ടു? ക്രിസ്തുവിനെ വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ശരിയാണ്, നമുക്ക് ആ പ്രമാണങ്ങൾ പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? അണലിപ്പാമ്പിൻ പൈതങ്ങളെ, നിങ്ങൾക്ക് പറ്റില്ല. കാരണം നിങ്ങളിൽ ഇപ്പോഴും ആ ആദ്യ പാപത്തിൻ്റെ പ്രസരണം മാമോദീസാക്ക് ശേഷവും ചെറിയ തോതിൽ ഉണ്ട്. അതിനെങ്ങനെ മാറ്റും? ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചവരെ കുറിച്ച് സ്ഥലത്ത് ചെല്ലുമ്പോൾ വരെയും അത് മാറും, ഇല്ലേ? അതാണ് മരണാനന്തരം. അപ്പോൾ മരിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടാത്തവരാണ് മരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധി എന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, പ്രാർത്ഥിക്കണം, പ്രതീക്ഷിക്കണം, മരിക്കുമ്പോഴും നമ്മൾ പൂർണ്ണമായി വിശുദ്ധിയിലല്ല. പക്ഷെ നമ്മളെന്ത് പ്രതീക്ഷിക്കുന്നു? മരിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായ എൻ്റെ അർത്ഥം? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആത്മാവിനെ വിട്ടു. ആത്മാവിന് ശരീരത്തിൻ്റെ ഭാരമില്ലാണ്ടായി. ശരീരമാണ് ബലഹീനം, ഇല്ലേ? ഈ ബലഹീനമായ ശരീരം ആത്മാവിനെ പീഡിപ്പിക്കുന്ന അവസ്ഥ വിട്ട് പിന്നെ ആത്മാവിന് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് പൂർണ്ണമായ വിശുദ്ധീകരണം നടക്കുന്നത്. എന്നിരുന്നാലും ചില ആത്മാക്കൾ ഇവിടെ വെച്ച് തന്നെ, ഇപ്പം ചിലവർ വർഷങ്ങളായിട്ട് രോഗികളായിട്ടും കഠിനമായ സഹനത്തിലും ഭയങ്കര പ്രാർത്ഥനയിലും തപസ്യയിലും ജീവിക്കുന്ന ചിലവരെല്ലാം അവരുടെ ആത്മാവ് മരിക്കുമ്പോൾ തന്നെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ മരണാനന്തര ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ദൂഷ്യമല്ല, അത് നമ്മുടെ ഒരു പ്രോസസ്സാണ്. ഒരു ആത്മാവ് ശരീരവും തമ്മിൽ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് പാപം ചെയ്യാൻ സാധ്യമല്ല. അപ്പോഴാണ് പൂർണ്ണ വിശുദ്ധീകരണം നടക്കുള്ളൂ. ഇപ്പോൾ ഒരാൾ മരിക്കാൻ പോവുകയാണ്, നമ്മൾ അവരോട് സംസാരമൊക്കെ ഉണ്ട്, സംസാരിക്കണം. ഞാൻ അച്ഛനെ വിളിക്കട്ടെ? വേണ്ട, അച്ഛനൊന്നും വിളിക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദേഷ്യപ്പെട്ട് നമ്മളോട് പറയാം. നമ്മൾ ഈ മരിക്കാൻ പോണ നേരത്തെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താ? പക്ഷേ ആ ദേഷ്യം ആളുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ ആൾ ദേഷ്യപ്പെടാൻ, എന്നെ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റി, ഞാൻ പറഞ്ഞില്ല എന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, നിങ്ങൾ ഈ ആശുപത്രിയിലിട്ട് എന്നെ കൊല്ലണം, എന്താണ് ദേഷ്യപ്പെട്ടത്? അല്ലല്ല, ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി നീണ്ടു കിട്ടുമെന്ന് വിചാരിച്ചു. എനിക്ക് നീളണ്ട, എന്നെ വേഗം വീട്ടിൽ കൊണ്ടോ, എനിക്ക് എൻ്റെ മക്കളൊക്കെ കണ്ടുകൊണ്ടത് മരിക്കാനാണ്. ദേഷ്യപ്പെട്ടാ പറയണേ. എന്തുകൊണ്ടാ ദേഷ്യം? സ്നേഹം കൊണ്ടല്ലേ. പക്ഷെ അവിടെയും പൂർണ്ണ വിശുദ്ധീകരണം നടക്കുന്നത് മരണം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ മരണാനന്തരമുള്ള വിശുദ്ധീകരണം ഒരു സാധാരണ പ്രോസസ്സാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്ന് മനസ്സിലാക്കണം. അത് ആരുടെ യോഗ്യതയിലാണ് നടക്കുന്നത്? കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ പൂർണ്ണ വിശുദ്ധീകരണം നമ്മളിൽ നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ നടക്കും, മരണനേരത്തല്ലെങ്കിൽ മരണശേഷം നടക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഏതുപോലെ പ്രതീക്ഷിക്കണം? പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു എന്നത് വളരെ വലിയൊരു രഹസ്യമാണ്. ഒരുവിധമൊക്കെ ലെവലായെന്ന് തോന്നണില്ലേ? സംശയങ്ങൾ ഉണ്ടാവണം. സംശയങ്ങൾ ഉണ്ടാവണം വളരെ നല്ലതാണ്. പക്ഷേ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവേ, ഈശോയെ എനിക്കിതിൻ്റെ ഉത്തരം തരണേ. ഇപ്പോൾ സംശയം ഉണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ ഞാൻ ഉത്തരം തന്നെന്ന് വിചാരിച്ചാലും അത് മനസ്സിലാവണമെന്നില്ല. അത് പരിശുദ്ധാത്മാവ് തന്നെ മനസ്സിലാക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാൻ പോവാം. അരമണിക്കൂറിനകത്ത് വേഗം എല്ലാവരും തിരിച്ചു വരിക. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്.